ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പം നമ്മൾ ഇന്ന് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കണ്ടാൽ ഇച്ചിരി ഹെവി ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് സ്റ്റോൺ ചെയിൻ വേണം, പിന്നെ സിംഗിൾ പീസായിട്ടുള്ള സ്റ്റോൺസ് വേണം. പിന്നെ ഞാൻ ഹുക്കും ചെയിനും ഒക്കെ സിൽവർ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കത് ഗോൾഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു OSP ഷീറ്റ് വേണം. അപ്പോൾ നമ്മളൊരു വൈറ്റ് ഷീറ്റിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ OSP ഷീറ്റ് വെച്ച് ആ ഡിസൈനിൽ പോലെ തന്നെ മണ്ടയ്ക്കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആ സ്റ്റോൺ ചെയിൻ ആദ്യം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ്ട് രണ്ട് സൈഡിലും ആ ഡിസൈനിൽ വന്നേക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു. അപ്പോൾ അതാണ്ട് ഒരു ലെയറും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ 2 ലെയർ, ഇത് നമുക്ക് 3 ലെയർ വേണമെങ്കിലും ആക്കാം. അപ്പം ഞാൻ ഒരുപാട് തിക്നെസ് ഇല്ലാത്ത ടൈപ്പിൽ ഉണ്ടാക്കുക. അപ്പം ഒരു 2 ലെയർ മതി. അപ്പോൾ അതാണ്ട് രണ്ടാമത്തെ ലെയറും സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാനിത് സ്പീഡിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ ലെയർ ഒട്ടിച്ചു നടുക്കോട്ട്. അപ്പോൾ ആ സൈഡ് ഇച്ചിരി കാണാൻ പറ്റാത്ത രീതിയിലായി, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതാണ്ട് രണ്ടാമത്തെ സൈഡിലും കണ്ടല്ലോ, ആ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തു. ഇപ്പം തന്നെ നമുക്കൊരു നമ്മുടെ കഴുത്തിൻ്റെ ചുരിദാറിനൊക്കെ കഴുത്ത് വെട്ടുന്ന പോലത്തെ ഒരു ഡിസൈനായില്ലേ. ഇനി ഞാനൊന്ന് ചെയ്ത് നോക്കുവാണ്. അകത്ത് വെച്ചാലാണോ പുറത്ത് വെച്ചാലാണോ ആ ഒരു സ്റ്റോണിന് ഭംഗി ഏതാണെന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പം രണ്ടും കുഴപ്പമില്ല, എന്നാലും ഞാനത് പുറത്ത് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതാ ഒന്ന് അടുക്കി വെച്ച് നോക്കുവാണ്. അപ്പം ഞാൻ ചെയ്യുന്നതോടൊപ്പം വീഡിയോ എടുത്ത് നിങ്ങളെ അങ്ങ് കാണിക്കുക. ഫസ്റ്റ് ട്രയലാണ്, അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ആ ഒരു ശ്രമം ഞാൻ അതുപോലെ തന്നെ വീഡിയോ ആക്കിയേക്കുവാണ്. അപ്പോൾ അതാണ്ട് ഞാനത് വെച്ച് നോക്കി ഏകദേശം ഒരു സെറ്റിൽ റെഡിയാക്കിയിട്ട് അത് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ 5 സ്റ്റോൺ വീതം 2 സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നടുക്ക് വശത്ത് യോജിക്കുന്ന ഭാഗത്ത് ഇച്ചിരി നീളം കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ OSP ഷീറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതിങ്ങനെ താഴോട്ട് ഞാന്ന് കിടക്കും. അപ്പോൾ കണ്ടല്ലോ, 2 സൈഡിലും ആ ഒരു സ്റ്റോൺ ഒട്ടിച്ച് നമ്മുടെ മാലയുടെ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി എന്ത് ചെയ്യണം, ആ OSP ഷീറ്റിൻ്റെ അധികമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതും ഒരു ടാസ്ക്കാണ്. ഈ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തി വേണം. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വൃത്തിക്ക് ഇച്ചിരി കുറവുണ്ടെങ്കിലും കാണാൻ നല്ലൊരു മാലയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇനി നമുക്ക് രണ്ടറ്റത്തും അതിന് കൊളുത്തും ഇതൊക്കെ പിടിപ്പിക്കാൻ ആദ്യം നമ്മളൊരു ഐപ്പിന് 2 ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക. 2 ഭാഗത്ത് ഐപ്പിന്നിന് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ട് നീളം മുറിച്ച് മാറ്റി 2 ഭാഗത്തും ഓരോ ഐപ്പിന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒട്ടുന്നതിന് മുമ്പേ തന്നെ ഞാൻ അതങ്ങ് ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ OSP ഷീറ്റ് അതേ വലിപ്പത്തിലൊന്ന് മുറിച്ച് അതിൻ്റെ മേളിലൂടെ ഒന്ന് ഒട്ടിച്ച് വെക്കുവാണ്. അത് ഇച്ചിരി സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇനി നമുക്കതിനകത്ത് ചെയിനും കൊളുത്തും ഒക്കെ ഇടാം. ഞാൻ ഹുക്ക് വിത്ത് റിങ്, ആ ഒരു ഹുക്കും റിങ്ങും കൂടെയുള്ള കൊളുത്താണ് ഇട്ടേക്കുന്നത്. ഇതാണ്ട് ഇനി നമുക്ക് ഒരു സൈഡിൽ കൊളുത്തും ഒരു സൈഡിൽ കട്ടിംഗ് റിങ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഐപ്പിന്നിൽ കണക്ട് ചെയ്തിട്ട് ചെയിനും ഇടാൻ. അപ്പോൾ ചെയിനിന് എന്തോരം നീളം വേണമെന്ന് നമ്മുടെ കഴുത്തിലിട്ട് നോക്കിയിട്ട് ചെയ്യാൻ വെക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു അത്യാവശ്യം നീളത്തിലിട്ടിട്ട് അത് ചെയ്തെടുത്തു. അപ്പോൾ അതാ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിന് നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ബായ്.